പെരുമൺ ട്രെയിൻ ദുരന്തത്തിൻ്റെ 37ാം വാർഷികത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തി പെരുമൺ തീവണ്ടി ദുരന്ത അനുസ്മരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമൺ പാലത്തിന് സമീപമുള്ള സ്മൃതി കുടീരത്തിൽ ജൂലൈ 8 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പുഷ്പാർച്ചന നടന്നു. പുഷ്പാർച്ചന കൊല്ലം എം പി ശ്രീ NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തെ സംബന്ധിച്ച് നടുക്കുന്ന ഓർമ്മകളാണ് 1988 ജൂലൈ മാസം 8-ാം തീയതി 100-ലധികം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പെരുമൺ ദുരന്തം. നിർഭാഗ്യവശാൽ പെരുമൺ ദുരന്തത്തിന് ആധാരമായ കാരണത്തെ സംബന്ധിച്ച് യുക്തിസഹമായിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ ഇനിയും റെയിൽവേ അധികൃതർക്കോ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിരവധി അന്വേഷണങ്ങൾ നടന്നു, കമ്മീഷനുകളെയൊക്കെ വച്ചു എങ്കിൽ പോലും ഇപ്പോഴും ഇതിനാധാരമായ യഥാർത്ഥ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ധാരണയില്ല. ആദ്യം പറഞ്ഞത് ചുഴലിക്കാറ്റാണ് എന്നാണ് ഒരു കമ്മീഷൻ, സത്യനാരായണ കമ്മീഷൻ അന്ന് ശുപാർശ ചെയ്തത് അല്ലെങ്കിൽ കണ്ടെത്തിയത്. അതിനുശേഷം സാങ്കേതിക പിഴവുകളാണെന്നുള്ള കണ്ടെത്തലുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. നിരവധി പ്രാവശ്യം സഭയിൽ, പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന നിലയിലാണ് റെയിൽവേ ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. മാത്രവുമല്ല, അവരിത്തരത്തിലുള്ള സംഭവങ്ങൾ അനുസ്മരിക്കാനേ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സമുചിതമായ ഒരു സ്മാരകം നിർമ്മിക്കാൻ പോലും റെയിൽവേ ഒരു തരത്തിലുമുള്ള സഹായം ചെയ്യാത്തതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഇവിടുത്തെ പ്രദേശവാസികൾ, ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരാണ് എല്ലാ വർഷവും ജൂലൈ മാസം 8-ാം തീയതി 100-ലധികം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട ദാരുണമായ ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്കായി അതിനായി സ്ഥാപിതമായിട്ടുള്ള ഈ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിലാണ്. അവരുടെ എല്ലാവരുടെയും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ആ ഒരു ദാരുണമായ ദുരന്തം, നാടിനെ ഞെട്ടിപ്പിച്ച ദുരന്തം, ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫലപ്രദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെയൊക്കെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് ഈ അവസരത്തിൽ ആദരവ് അർപ്പിക്കുകയാണ്. AICC അംഗം ശ്രീമതി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സന്നിഹിതയായിരുന്നു. 1988 ജൂലൈ മാസം 8-ാം തീയതി ഞാനന്ന് കൊല്ലം SN വനിതാ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. ജില്ലാ ആശുപത്രിയിലേക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ വരണമെന്നും പറഞ്ഞ് കോളേജ് പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്തപ്പോൾ എന്തെന്നറിയാതെ കിട്ടിയ വണ്ടിയിൽ കയറി ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കരളലിയിക്കുന്ന ഒരുപാട് കാഴ്ചകൾക്ക് സാക്ഷിയാകേണ്ടി വന്നത്. അതിനുശേഷം അവിടെ കൂടിയവരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെയും പരിക്കുപറ്റിയവരുടെയും ഉറ്റ ബന്ധുക്കളിൽ നിന്നാണ് അപകടത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാൽ ഇന്നും ഒരു പ്രഹേളികയായി അവശേഷിക്കുകയാണ് എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നതിനെ സംബന്ധിച്ച്. ഐലൻഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ട്രെയിനാണ്, ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ. ആ ട്രെയിനിൽ വന്നപ്പോൾ ഈ പാലത്തിലെത്തിയപ്പോൾ അതിൻ്റെ ബോഗികൾ ഇടിച്ച് അപകടമുണ്ടായി. ഈ കായലിലേക്ക് വീണ് ഇത്ര പേരുടെ ജീവനാണ്, കായലിൽ ജീവന് വേണ്ടി മുങ്ങി താഴുന്ന ഓരോ ദൃശ്യങ്ങളും പിറ്റേ ദിവസം മാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. സമാനതകളില്ലാത്ത അപകടത്തിന് നമ്മുടെ ഈ പെരുമൺ സാക്ഷ്യം വഹിച്ചു. തുടർന്നുള്ള അന്വേഷണ വിളികൾക്കൊടുവിൽ, അന്വേഷണത്തിനായുള്ള മുറവിളികൾക്കൊടുവിൽ റെയിൽവേ അന്വേഷണം നടത്തി കണ്ടെത്തിയ ടൊർണാഡോ എന്നത് അതും ശാസ്ത്രീയ പ്രഹേളികയായി ഇന്ന് നിലനിൽക്കുകയാണ്. കാരണം എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഈ കായലിൽ വീണ് മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാ വർഷവും ഇതേ ദിവസം അതിരാവിലെ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അവർക്ക് അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ എത്താറുണ്ട്. ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ അനുസ്മരണ സമ്മേളനവും മറ്റു പരിപാടികളും നടത്താറുണ്ട്. പനയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഈ മരണപ്പെട്ട 105 പേരുടെ ഓർമ്മയ്ക്കായി 105 റോസാപുഷ്പങ്ങൾ ആ കായലിൽ ഇറങ്ങി നിന്ന് ഞങ്ങൾ അവിടെ അർപ്പിച്ചുകൊണ്ട് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ സ്തൂപത്തിൽ ഹാരം ചാർത്തിക്കൊണ്ട് റീത്ത് വെച്ചുകൊണ്ടും അടക്കമുള്ള അനുസ്മരണ പരിപാടി. ഇനി ഇത്തരത്തിലൊരു ദുരന്തം ഒരിടത്തും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടുകൂടി, പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തും കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഗൗരവം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ശ്രീ ഡോക്ടർ KV ഷാജി പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. പെരുമൺ ട്രെയിൻ ദുരന്തത്തിൻ്റെ 37ാം വാർഷിക അനുസ്മരണം ഇന്ന് അനുസ്മരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ഇവിടെ ആചരിക്കുകയാണ്.
കഴിഞ്ഞ 36 വർഷവും ഞങ്ങൾ ഈ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്രയും കാലമായിട്ടും ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരാൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യമേ സൂര്യനാരായണൻ വന്നു, റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ. അദ്ദേഹം പറഞ്ഞു ഇത് റെയിൽവേയുടെ അനാസ്ഥ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും അന്തിമ റിപ്പോർട്ടിൽ ടൊർണാഡോ അഥവാ ചുഴലിക്കാറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ ജനരോഷം ഉയർന്നപ്പോൾ വീണ്ടും ഒരു അന്വേഷണ കമ്മീഷനെ റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കുകയുണ്ടായി. അതായത് റിട്ടയർഡ് എയർ മാർഷൽ CS നായിക്കായിരുന്നു. അദ്ദേഹവും അവസാനം ഈ ടൊർണാഡോ അഥവാ ചുഴലിക്കാറ്റിനെ പഴിചാരി അദ്ദേഹവും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അന്ന് ഇവിടെ ഈ പെരുവൻ ഭാഗത്ത് കയർ തൊഴിലാളികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നുണ്ട്, കയർ തൊഴിലാളികൾ കയർ വിരിക്കുന്നുണ്ട്. ഒരു ചകിരിനാര് പോലും ആകാശത്തോട്ട് പറന്നില്ല. ഒന്നും ഇവിടെ സംഭവിച്ചില്ല. ഈ ട്രെയിൻ മാത്രം, ടൺ കണക്കിന് ഭാരമുള്ള ട്രെയിൻ മാത്രം താഴെ ഇട്ടിട്ട് ടൊർണാഡോ മടങ്ങിപ്പോയെന്നാണ്. ഈ സാധാരണ ഇത് ചില എന്താ പറയുക, ഈ യക്ഷി കഥകൾ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഈ 2 അന്വേഷണ കമ്മീഷനും പുറത്തുവിട്ടത്. ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് സാധാരണ പബ്ലിഷ് ചെയ്യേണ്ടതാണ്. ചില റിപ്പോർട്ട് വന്നിട്ട് അതിൻ്റെ ഇത് പുറത്തുവിടേണ്ടതാണ്. പക്ഷേ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ 37-ാം വർഷം ആചരിക്കുന്ന ഈ വേളയിലെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത ഇന്ത്യൻ റെയിൽവേക്കുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ട്രെയിൻ ദുരന്തത്തിൽപ്പെട്ട കോട്ടയം സ്വദേശി ശിവപ്രസാദിൻ്റെ വാക്കുകൾ ഏവരെയും അതിശയപ്പെടുത്തുന്നതായിരുന്നു. എൻ്റെ പേര് ശിവപ്രസാദ്. ഞാൻ കോട്ടയത്തു നിന്നാണ്. ഞാനും എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി ഒക്കെ ഉൾപ്പെടെ ഒരു 7ഓളം പേര് അമേരിക്കൻ കോൺസുലേറ്റിൽ മദ്രാസിൽ പോയി വിസയും ഒക്കെ വാങ്ങി വന്നു. എൻ്റെ കുട്ടികൾ തിരുവനന്തപുരത്തായതുകൊണ്ട് ഞാൻ കോട്ടയത്തിറങ്ങാതെ ബാക്കിയുള്ള എല്ലാവരും കോട്ടയത്തിറങ്ങി. ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തുടർന്നു. അല്പം മയങ്ങിപ്പോയി. 2-3 ദിവസത്തെ യാത്രയൊക്കെ കൊണ്ട് വീണതറിഞ്ഞില്ല. വെള്ളത്തിൽ തലയിടിച്ചതേ അറിഞ്ഞുള്ളൂ. അപ്പോൾ എനിക്ക് നീന്തറിയാവുന്നതുകൊണ്ട് മുകളിലേക്കായിരിക്കുമെന്ന് വെച്ച് ഇങ്ങനെ മുകളിലേക്ക് പോയി. 2 പ്രാവശ്യം വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ സമയമാണല്ലോ. എന്തോ ഒരു ലൈറ്റ് പോലെ കണ്ടു. അതേ പിടിച്ചു, അതിൻ്റെ മുകളിൽ കയറി. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രെയിനിൽ കിടന്ന് വിളി കേൾക്കാം. ഒരാളെയാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പിടിച്ച് മുകളിലേക്ക് കയറ്റി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബഹളമായി. എന്ത് ചെയ്യണമെന്നറിയാതെ റോഡിലിറങ്ങി. എങ്ങോട്ടേക്കേ നടന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് അങ്ങോട്ട് പോരുത്, അങ്ങോട്ട് പോരുത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഹെൽത്ത് സെൻറ്റർ പോലെ ഒരു സംഭവം ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ റോഡിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ബസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുപോയി. അവിടെ അപ്പോൾ എൻ്റെ ഈ തലയിലിരിക്കുന്നതൊക്കെ കമ്പനിക്കാരൻ്റെ വക, എൻ്റെ സ്വന്തമല്ല. അപ്പോൾ എൻ്റെ തലയൊക്കെ പൊട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ ബഹളവും കാര്യങ്ങളുമായി. പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് വേറെ പ്രൈവറ്റിൽ പോയി. അങ്ങനെ ഒരു 5 ആഴ്ച സർജറിയൊക്കെ കഴിഞ്ഞു. അതാണ് അതിൻ്റെ ചരിത്രം. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി 100 വർഷം കഴിഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കമ്പാർട്ട്മെൻറ്റിനകത്ത് താഴെ പോയി തല ഇടിച്ചിട്ട് ഇത്രയും ആൾക്കാരും സീറ്റും ഒക്കെ ഉള്ളതിനിടയ്ക്ക് നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതുകൊണ്ട് അത് അവിശ്വസനീയമാണ്, അതിശയമാണ്, അതിൻ്റെ അപ്പുറമാണ്. ഇത്രേ പറയാനുള്ളൂ. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പരവൂർ സജീവ് സ്മൃതി കുടീരത്തിൽ റീത്ത് സമർപ്പിച്ചു. ഞങ്ങൾ കഴിഞ്ഞ 10-25 വർഷക്കാലമായി ഞങ്ങൾ ഈ പെരുമൺ അനുസ്മരണ ദിവസം ഇവിടെ വന്ന് റീത്ത് സമർപ്പിക്കുന്ന ഒരു പരിപാടി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നടത്താറുണ്ട്. ഞങ്ങൾ ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയും അനുസ്മരണ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് പ്രതിദിനം ഇന്ത്യൻ റെയിൽവേ യാത്ര ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും ആധുനിക സിഗ്നലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ വൈമുഖ്യം കാണിക്കുകയാണ്. മറ്റു ലോകരാജ്യങ്ങൾ, ജപ്പാനും മറ്റുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ തന്നെ റെയിൽവേക്ക് അപകടമുണ്ടാകാതെ ഇരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നന്നായി നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഈ ദിനത്തിൽ ആവശ്യപ്പെടാനുള്ളത്, ആധുനിക സിഗ്നലിംഗ് സംവിധാനം ഇന്ത്യൻ റെയിൽവേ മുഴുവൻ സ്ഥലങ്ങളിലും നടപ്പിലാക്കണം. അതോടൊപ്പം സുരക്ഷയ്ക്ക് ഒരു പ്രത്യേകമായ പ്രാധാന്യം നൽകണം. ഇപ്പോൾ പെരുമൺ ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ അപകടങ്ങൾ നടക്കാറുണ്ട്. ട്രെയിൻ അപകടങ്ങൾ നടക്കുന്ന അവസരത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കും, അവർ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് മേൽ നടപടികൾ ഉണ്ടാകാറില്ല. റെയിൽവേ
യാത്രക്കാരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന് ഈ അനുസ്മരണ ദിനത്തിൽ ആവശ്യപ്പെടാനുള്ളത്. നിരവധി പേരെ ജീവിതത്തിലേക്ക് രക്ഷിച്ചെടുത്ത കൊടുവിള സ്വദേശി വിജയൻ്റെ ജീവിതാവസ്ഥ എംപിക്ക് മുന്നിൽ അറിയിച്ചു. ഈ വിജയൻ, കൊടുവിള സ്വദേശിയായ വിജയൻ അന്ന് മണൽ വാരൽ തൊഴിലാളിയായിരുന്നു. അദ്ദേഹം കുറേ ആൾക്കാർ രക്ഷിച്ചു. അവസാനമായിട്ടൊരു കുട്ടിയെ രക്ഷിക്കാനായിട്ട് പൊങ്ങി അപ്പോഴത്തേക്ക് ബോഗിയിൽ തലയിടിച്ചു. അദ്ദേഹം അൺകോൺഷ്യസ് ബോധം കെട്ട് വീണു. അദ്ദേഹത്തെ ഇവിടുത്തെ രക്ഷാപ്രവർത്തകരെല്ലാം ചേർത്ത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അന്നത്തെ റെയിൽവേ മന്ത്രി നിതീഷ് കുമാർ അദ്ദേഹത്തെ കണ്ടിരുന്നു. അറിഞ്ഞല്ലോ, കണ്ടായിരുന്നു. മാധവറാവ് സിന്ധ്യ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. വേണ്ടുന്ന സഹായം ചെയ്യാമെന്ന് അന്ന് വാഗ്ദാനം ചെയ്തതാണ്. വാസ്തവത്തിൽ അവരടങ്ങുന്ന ഒരു മൂന്ന് പിള്ളേരും വൈഫും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഒരു വീട് പോലും പുള്ളിക്കില്ല. ഒരു വീട് പോലും ഇല്ലാത്തൊരു പാവപ്പെട്ടവരാണ്. മൊത്തം രോഗമാണ്, പുള്ളിയുടെ ശരീരം മൊത്തം രോഗമാണ്. അദ്ദേഹത്തെ എന്ത് രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് വിലയൊരു അഭ്യർത്ഥി, അദ്ദേഹത്തിന് വീടുണ്ടായാലും മാത്രം മതിയായിരുന്നു, വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനം എംപിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കണം. ഞാൻ വിലയൊരു അഭ്യർത്ഥിക്കുകയാണ്. 37 വർഷക്കാലമായിട്ട് പുള്ളി എല്ലാ വർഷവും ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് കിടപ്പാടമില്ല, എപ്പോഴും വാടകയ്ക്ക് മങ്ങാട് താമസിക്കുകയാണ്. അതുപോലെ രോഗം എപ്പോഴും ചികിത്സയാണ്, എപ്പോഴും മരുന്ന്. ഇപ്പോഴത്തെ തന്നെ ഒരു 10-15 ഗുളികൾ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് പുള്ളിയുടെ കാര്യം. അതിന് വേണ്ടുന്ന എംപിയുടെ സഹായം ഉണ്ടാവണം എന്ന് വിനയപുരത്തിനും അഭ്യർത്ഥിക്കുന്നു. പെരുമൺ ഷാജി, മങ്ങാട് സുബിൻ നാരായണൻ, തോമസ് തരകൻ തുടങ്ങിയ നിരവധി സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. ഇതേ ദിവസം 1988 ജൂലൈ 8 എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. അതേ ദിവസം തന്നെ ഞാൻ തിരിച്ച് ബോംബെക്ക് പോകുന്ന വഴിയിലായിരുന്നു. ശാസ്താംകോട്ട പാസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അറിയുന്നു ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിലൊരു നാരോ എസ്കേപ്പാണ് എനിക്ക് നടന്നത്. പക്ഷേ അന്നത്തെ ദിവസം ഇവിടെ പ്രവർത്തിച്ചവരുടെ കാര്യത്തിൽ വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ഒരു കൊടുങ്കാറ്റെന്ന രീതിയിലൊക്കെയാണ് അത് പറഞ്ഞു വന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല. സമയത്തിന് വന്നിട്ട് ഈ പറയുന്ന ട്രെയിൻ അല്പം താമസിച്ചേ വരുന്നുള്ളതെന്ന് വിചാരിച്ച് മഴച്ചാറ്റലും ഒക്കെ ആയിട്ട് ഇവിടെ റെയിൽവേ ജോലിക്കാരൊക്കെ പോയി കുറച്ച് പതുക്കെ വന്നപ്പോഴത്തേക്ക് വന്ന സ്പീഡിൽ വന്ന് ട്രെയിൻ മറിയുകയാണ് യഥാർത്ഥമായിട്ട് നടന്നത്. ഞാൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. കോളേജ് കാലഘട്ടത്തിലാണ് 88 ജൂലൈ 8 12:50 അന്ന് ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. പക്ഷേ ടൊർണാഡോ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 105 പേർ മരിക്കുകയും ഒട്ടനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുക ആ മഹാദുരന്തത്തിൽ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത്രയും വർഷം പിന്നിട്ടിട്ടും മനസ്സിൽ നിന്ന് മായുന്നില്ല. ആ ഒരു ദിവസം ഇവിടെ എത്തും, പുഷ്പാർച്ചന നടത്തും, അവരെ അനുസ്മരിക്കും. ഈ മരണമടഞ്ഞ ആത്മാക്കളുടെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൃത്യമല്ലാത്ത കാരണങ്ങൾ നിരത്തി സർക്കാർ ഇതിൽ നിന്ന് തലയൂരുമ്പോഴും നഷ്ടപ്പെട്ടത് 105 ജീവനുകളാണ്, അവരുടെ കുടുംബത്തിനാണ്. ജൂലൈ 8 എന്നും ഞങ്ങളുടെ ഒരു തീരാ നോവാണ്. പൊലിഞ്ഞുപോയ ആ ജീവനുകൾക്ക് മുന്നിൽ 1000 ബാഷ്പാഞ്ജലി നേരുന്നു.